നമ്മുടെ കഴിഞ്ഞ ആഴ്ച ജോണ് എപ്പിസോഡില് പറഞ്ഞത് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ എന്തായിരുന്നു? വിഷൻ. അപ്പോ എല്ലാവരും ന്യൂ ഇയർ ഒക്കെ ആയിക്കൊണ്ട് 2026 അവരവരുടെ വിഷനൊക്കെ സെറ്റ് ചെയ്ത് നല്ല രീതിയിൽ മോട്ടിവേറ്റഡ് ആയിട്ട് മുമ്പോട്ട് ഇരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴത്താണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ നമ്മള് ബിസിനസ്സുകാർക്ക് പലപ്പോഴും സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മള് വിഷനൊക്കെ സെറ്റ് ചെയ്യും. നമ്മൾ നല്ല നല്ല ക്ലാസ്സുകൾ, മോട്ടിവേഷൻ ക്ലാസ്സുകളൊക്കെ കേട്ട് കഴിയുമ്പോഴത്തേക്ക് ഹൈലി മോട്ടിവേറ്റഡ് ആയിരിക്കും. പക്ഷെ നമുക്കിത് ഈ ഗോൾസ് അച്ചീവ് ചെയ്യാൻ പലപ്പോഴും സാധിക്കുന്നില്ലെന്നുള്ളതാണ്. ഈ മോട്ടിവേഷൻ ക്ലാസ് ഒക്കെ കേട്ട് ഹൈലി മോട്ടിവേറ്റഡ് ആയിട്ട് നമ്മൾ വീട്ടിലോട്ട് വരും. വീട്ടിലോട്ട് വന്നിട്ട് ഭാര്യയുടെ അടുത്ത് പറയും, എടി ഞാൻ ഇന്ന രീതിയിൽ നല്ല നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല, പക്ഷെ എന്തെങ്കിലും പറയട്ടെ, ഇത് എല്ലാ മോട്ടിവേഷനും അതുകൊണ്ട് തീർന്നു. പക്ഷെ ഇത് നമ്മള് മോട്ടിവേറ്റഡ് ആയിട്ട് ഇരിക്കാനായിട്ട് എന്തൊക്കെയാണ് നമുക്ക് ചെയ്യേണ്ടത്? നമുക്ക് ആദ്യമായിട്ട് നമ്മുടെ ആ ഒരു വിഷനിൽ എത്തിച്ചേരാനായിട്ട് നമ്മളെപ്പോഴും നമുക്ക് വേണ്ടത് നമുക്ക് ഒരു പ്രോപ്പർ സ്ട്രാറ്റജി വേണം. സ്ട്രാറ്റജി മാത്രം ഉണ്ടായതുകൊണ്ട് കാര്യമില്ല. ആ സ്ട്രാറ്റജി അച്ചീവ് ചെയ്തില്ലെങ്കിൽ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ടൂൾസ് അത്യാവശ്യമായിട്ട് വേണ്ട ഒരു കാര്യമാണ്. ആ ടൂൾസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു സ്ട്രാറ്റജിയിലേക്ക് എത്താനായിട്ട് സാധിക്കൂ. നമ്മള് ചായയൊക്കെ തിളപ്പിച്ചു കഴിഞ്ഞാൽ അത് തിളപ്പിച്ചെടുക്കുമ്പോഴത്തേക്ക് നല്ല ചൂടായിട്ടിരിക്കും. ആ ചൂടായിട്ടിരിക്കുന്ന ആ ഒരു സാധനം നമ്മളെടുത്ത് പുറത്ത് കുറച്ചു നേരം വെച്ച് കഴിയുമ്പോഴത്തേക്ക് അത് തണുത്തു പോകും. എന്തുകൊണ്ടാണ് അത് തണുത്തു പോകുന്നത്? അതായിരിക്കുന്ന ആ ഒരു സാഹചര്യം, അത് ആ എൻവയോൺമെന്റ് തണുത്തതായതുകൊണ്ടാണ് ഈ ചായ തണുത്തു പോകുന്നത്. അതുപോലെ തന്നെയാണ് നമ്മൾ പലപ്പോഴും നമ്മൾ വളരെയധികം മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കും. നമ്മൾ പുറത്തേക്ക് വന്നു കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ആ ഒരു മോട്ടിവേഷൻ കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോകും. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആയിരിക്കുന്ന ആ ഒരു സാഹചര്യം അത്ര ആ ഒരു പോസിറ്റീവ് അല്ലാത്തതുകൊണ്ടാണ്. അതിന് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾവേസ് ബി പോസിറ്റീവ്. പോസിറ്റീവ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡുള്ള ആൾക്കാരുമായിട്ട് നിൽക്കുക, പോസിറ്റീവ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ നിൽക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത്, ഇപ്പൊ വസന്തകുമാരൻ പറയേണ്ടതെന്ന് കോർവാലിയിൽ നമ്മുടെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിനെ പറ്റി. അപ്പൊ ആ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും മോട്ടിവേറ്റഡ് ആയിട്ട് തന്നെ നമുക്ക് ഇരിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. നിങ്ങള് തൊട്ടാവാടി എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ അതിന് ടച്ച് മീ നോട്ട് എന്ന് പറയും. തൊട്ടാവാടി ആരെങ്കിലും ചെന്ന് തൊട്ട് കഴിഞ്ഞാൽ ഉടനെ ഇത് വാടും. നമുക്ക് മനുഷ്യർക്കുള്ള ഒരു ടെൻഡൻസിയാണ് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പോയി ചെയ്യുക എന്നുള്ളത്. തൊട്ടാവാടിയുടെ ഇംഗ്ലീഷിലുള്ള പേര് ടച്ച് മീ നോട്ട് എന്നാണ്. ഈ ടച്ച് മീ നോട്ട് എന്നായതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് ഇത് കാണുമ്പോൾ അതിലൊന്ന് പോയി തൊടാനായിട്ടുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. അതിൽ ചെന്ന് തൊടുമ്പോഴാണ് ഇത് വാടുന്നത്. പക്ഷെ ഈ തൊട്ടാവാടി പോലെ ആകാതെ നമ്മള് സ്ട്രോങ് ആയിട്ട്, എന്തുകൊണ്ടാണ് അത് തൊടുന്നത്, അത് വാടുന്നത് കൊണ്ടാണ് ആൾക്കാർ അതെ പോയി തൊടുന്നത്. അപ്പൊ നമ്മള് തൊട്ടാൽ ഉടനെ വാടുന്ന ആൾക്കാരായിട്ട് നിന്ന് കഴിഞ്ഞാൽ നമ്മളെ വീണ്ടും വീണ്ടും ആൾക്കാർ വന്ന് തൊടും. അതേസമയം നമ്മൾ സ്ട്രോങ് ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ നമ്മളെ ആരും തൊടാൻ നിൽക്കത്തില്ല. നമ്മളെ തൊട്ടിട്ട് കാര്യമില്ല എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആരും നമ്മളെ തൊടാൻ നിൽക്കത്തില്ല. അതുകൊണ്ട് ഓൾവേസ് ബി സ്ട്രോങ്, ബി പോസിറ്റീവ്. ആൾക്കാരെ നമ്മൾ നടക്കുമ്പോഴും രണ്ടു തരം വാക്കിംഗ് ഉണ്ട്. ഒന്ന് മെയിന്റനൻസ് തിങ്കിങ്ങും ഒന്ന് ഗ്രോത്ത് തിങ്കിങ്ങും ഉണ്ട്. മെയിന്റനൻസ് തിങ്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ നടക്കുമ്പോഴും താഴേക്ക് നോക്കി നടക്കും. താഴേക്ക് നോക്കി നടക്കുമ്പോൾ നമ്മൾ കാണുന്നത് എന്താണ്? താഴെയുള്ള കല്ലുകള്, മുള്ളുകള്, ചെടി, അങ്ങനെയുള്ള കാര്യങ്ങൾ, അവിടെയുള്ള നെഗറ്റീവ് തിങ്സ് മാത്രമാണ് നമ്മൾ താഴോട്ട് നോക്കി നടക്കുമ്പോൾ കാണുന്നത്. അതേസമയം ഗ്രോത്ത് തിങ്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്ട്രേറ്റ് ആയിട്ട് നോക്കും. സ്ട്രേറ്റ് ആയിട്ട് നോക്കുമ്പോൾ നമ്മുടെ വിഷൻസ്, നമ്മൾക്ക് നമ്മുടെ വിഷൻ എന്താണുള്ളത്, നമ്മുടെ ടാർഗറ്റ് എന്താണുള്ളത്, അത് മാത്രമായിരിക്കും നമ്മൾ മുമ്പോട്ട് നോക്കി നടക്കുമ്പോൾ കാണുന്നത്. അപ്പോൾ മുമ്പോട്ട് നോക്കി നടക്കുമ്പോൾ ഒരിക്കലും താഴെയുള്ള നെഗറ്റീവ് തിങ്സ് നമ്മൾ ശ്രദ്ധിക്കാറില്ല. നമ്മുടെ വിഷനിൽ എത്താനായിട്ട് നമ്മൾ സ്ട്രേറ്റ് ആയിട്ട് നേരെ നോക്കി നടക്കുമ്പോൾ നമ്മുടെ ആ ഒരു ടാർഗറ്റ് എന്താണോ, നമ്മുടെ വിഷൻ എന്താണോ, അതിലെത്തിച്ചേരാനായിട്ട് നമ്മൾ മുമ്പോട്ട് നോക്കി നടക്കും. അതാണ് ഗ്രോത്ത് തിങ്കിങ്ങിലുള്ള ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. നമ്മുടെ പരിമിതികൾ തീരുമാനിക്കുന്നത് നമ്മുടെ നീഡാണ്. എനിക്ക് എന്റെ നീഡ് എന്താണോ അതിനനുസരിച്ച് വേണം ഞാൻ മുമ്പോട്ട് പോകാനായിട്ട്. എന്റെ പരിമിതികൾ, ഇപ്പൊ ഒരാളെ മെല്ലെ നടക്കുകയാണ്, മെല്ലെ നടക്കുന്നു, അവരോട് ചോദിക്കും എന്താ നീ മെല്ലെ നടക്കുന്നത് ചോദിക്കുമ്പോൾ എന്റെ കാലിൽ ആടിയാണ്, എനിക്ക് നടക്കാൻ പറ്റുന്നില്ല, കാല് വേദന എടുക്കുന്നതിന് വേണ്ടി നടക്കും. അതേസമയം അവനൊരു പട്ടി ഓടിക്കാൻ വരുവാണെങ്കിൽ അവന്റെ കാലിന്റെ വേദനയൊക്കെ മാറ്റി വെച്ച് അവൻ ഓടും. അപ്പൊ അവിടെ എന്താ സംഭവിക്കുന്നത്? അവന്റെ ആവശ്യമാണ് ഓടുക എന്നുള്ളത്. അപ്പൊ അവന്റെ ആ ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് അവൻ മുമ്പോട്ട് ഓടിയേ പറ്റുള്ളൂ.
അല്ലെങ്കിൽ മെല്ലെ നടന്നു കഴിഞ്ഞാൽ പുറകുന്ന പട്ടി കടിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മുടെ നീഡാണ് നമ്മുടെ പരിമിതികളെ തരണം ചെയ്യുന്നത്. നിങ്ങൾ ഓക്കെ. അപ്പം അതുകൊണ്ട് എല്ലാവരും നമ്മുടെ ഗോൾസ് അച്ചീവ് ചെയ്യാനായിട്ട് നമ്മുടെ പരിമിതികളെ തരണം ചെയ്ത് പോസിറ്റീവ് തിങ്കിങ്ങിലൂടെ മുമ്പോട്ട് പോവുക. ഓൾവേസ് ബി പോസിറ്റീവ് ആൻഡ് ബി വിത്ത് പോസിറ്റീവ് പീപ്പിൾസ്. താങ്ക് യു.